ഹായ് ഫ്രണ്ട്സ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം കേരളത്തിൽ ആദ്യമായി ഈ വർഷം 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സെം എക്സാം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന ഉദ്ദേശം, അതായത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ കേരളത്തിന് വെളിയിലും വിദേശത്തേക്കും കോഴ്സുകൾ അല്ലെങ്കിൽ +2 ശേഷം പഠിക്കാൻ പോകുന്നത്? അതിന് പല കാരണങ്ങൾ. ഒരു പ്രധാന കാരണം കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരാനും കാലതാമസം ഉണ്ടാവുന്നു എന്നതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം, അതായത് 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ടതായിരുന്നു കൃത്യസമയത്ത് തന്നെ പരീക്ഷ നടത്തുക, വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. മുൻകാലങ്ങളിലൊക്കെ ഒരു എക്സാം നടന്നാൽ മാസങ്ങളോളം കാത്തിരിക്കണം. ഫസ്റ്റ് സെം എക്സാം നടന്നാൽ 3rd സെം എഴുതുമ്പോഴൊക്കെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ 2nd സെം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വരിക. അങ്ങനെയൊക്കെ നടന്ന കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് എത്രയും പെട്ടെന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുക, കുട്ടികൾക്ക് അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക, അവരാഗ്രഹിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ അവർക്ക് വേണമെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റിടത്തേക്ക് പോകാൻ, അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസാണ് ഈ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ അതായത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത വർഷം തന്നെ എക്സാം പെട്ടെന്ന്, അതായത് നമ്മൾ കുട്ടികൾ കോളേജിലെത്തി കോളേജുമായി പൊരുത്തപ്പെട്ട് സബ്ജക്റ്റിനെ കുറിച്ച് ധാരണ വരുമ്പോഴേക്കും തന്നെ എക്സാം മുന്നിലേക്ക് എത്തുന്നു. അതിന് ശേഷം റിസൾട്ട്, അതായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ആഴ്ചകൾക്കുള്ളിൽ എന്ന് പറയേണ്ട കാര്യമില്ല, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിസൾട്ട് മുന്നിലേക്ക് എത്തുന്നു. അതെന്തുകൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു കാര്യമുണ്ട്. കോളേജ് വൈസ് തന്നെയാണ് ഇപ്രാവശ്യം വാലുവേഷനൊക്കെ നടന്നിരുന്നത്. എന്നിട്ട് യൂണിവേഴ്സിറ്റി ഒരു പോർട്ടൽ കൊടുക്കുന്നു. അതായത് ഇന്നൊരു എക്സാം നടന്നു കഴിഞ്ഞാൽ അത്രയും അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ അതാത് ടീച്ചേഴ്സ് പേപ്പർ വാല്യൂ ചെയ്യുന്നു. സ്വന്തം കോളേജിൽ നിന്ന് പേപ്പർ വാല്യൂ ചെയ്യുന്നു, മാർക്ക് ആ ലിങ്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റികളിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാർക്ക് എത്തുന്നു. അത് കോർഡിനേറ്റ് ചെയ്ത് റിസൾട്ടായി പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം വന്ന വിവാദങ്ങൾ, ആദ്യമായിട്ട് 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ റിസൾട്ട് ഇതുപോലെ കോളേജിൽ നിന്ന് വന്ന് ക്രോഡീകരിച്ച് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് എന്ന രീതിയിലേക്കും പോർട്ടലിലേക്ക് വിട്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ടെസ്റ്റ് മോഡലാണ് എന്ന രീതിയിലോ, അല്ലെങ്കിൽ ഒരു ട്രയലാണ്, നമ്മുടെ ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നത് പോലെ ട്രയലാണ് എന്ന രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അത് യഥാർത്ഥ അലോട്ട്മെൻറ്റ് എന്ന രീതിയിൽ തന്നെയാണ് അത് കിട്ടിയവരുടെ കയ്യിലേക്ക് കണ്ടത്. അതുകൊണ്ടായിരിക്കാം അത് ഷെയർ ചെയ്യപ്പെട്ടതും യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നു എന്നതിന് മുന്നേ തന്നെ അത് ലീക്കായി എന്ന് പറയുന്നത്. ആക്ച്വലി ആ വന്നിരിക്കുന്ന റിസൾട്ടും യഥാർത്ഥ റിസൾട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അതിലേറെ അപ്പുറം സന്തോഷിക്കേണ്ടതാണ്. കുട്ടികൾ കോളേജിലേക്ക് എത്തി എത്രയും പെട്ടെന്ന് എക്സാം നടക്കുന്നു, എത്രയും പെട്ടെന്ന് അതിൻ്റെ നല്ലൊരു റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, അതായത് റിസൾട്ടിനെ കുറിച്ച് ആകുലപ്പെടാൻ സമയമില്ല, അപ്പോഴേക്കും റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതേപോലെ 2nd സെം എല്ലാ സെമ്മും, അതായത് 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ മുഴുവൻ എക്സാം ഇതുപോലെ സ്വന്തം കോളേജിൽ നിന്ന് തന്നെ വാല്യൂ ചെയ്യണമെന്ന് ആവണമെന്നില്ല, മാറ്റങ്ങളോടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇത് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എക്സാമും റിസൾട്ടൊക്കെ നേരത്തെ വന്ന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സാധാരണ ഒരു കോഴ്സൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂഷനും എല്ലാത്തിനും കാലതാമസമാണ് വരാറ്. അതിൽ നിന്നൊക്കെ മാറി ഇത് നേരത്തെ വന്നു എന്നുള്ളത് തീർത്തും ഗുണകരമായൊരു കാര്യം തന്നെയാണ്. പിന്നെ കുട്ടികൾക്കുള്ള സംശയം, ഇങ്ങനെ റിസൾട്ട് ചോർന്നു എന്നൊക്കെ വരുമ്പോഴേ ആ എക്സാം വീണ്ടും നടത്തുമോ, അങ്ങനെയൊന്നും ഒരാളും ആകുലപ്പെടേണ്ട. എക്സാമിന് വീണ്ടും നടത്താനും വീണ്ടും റിസൾട്ട് അതൊന്നും പോകുന്നില്ല. ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയത് തന്നെയാണ് ഫൈനൽ റിസൾട്ട്. അതുകൊണ്ട് ഇനിയും നമ്മൾ വീണ്ടും ഒരു ഫസ്റ്റ് സെം എക്സാം എഴുതേണ്ടി വരുമോ, കുട്ടികൾക്ക് ഇത് നെഗറ്റീവായി ബാധിക്കുമോ ഈ വിവാദങ്ങൾ എന്നുള്ള ചർച്ചകൾക്കൊന്നും പ്രാധാന്യമില്ല. അങ്ങനെയൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ആരെങ്കിലും ഇത് ലീക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ശിക്ഷ കിട്ടും, അത് കിട്ടട്ടെ. കുട്ടികൾക്ക് ഇതൊന്നും നെഗറ്റീവായി വരാനൊന്നും പോകുന്നില്ല. ഇതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, നല്ല റിസൾട്ടായിരിക്കട്ടെ. നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാറി സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം വരികയും എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് കോഴ്സ് വളരെ ഈസിയായി കംപ്ലീറ്റ് ചെയ്ത് നല്ല റിസൾട്ടോടുകൂടി ഇറങ്ങാൻ പറ്റട്ടെ. ഇനി ഉന്നത പഠനത്തിനും എല്ലാം ഇതുപോലെ നമുക്ക് സൗഹൃദമായി, കുട്ടികൾക്ക് സൗഹൃദമായി, കോളേജുകൾക്ക് സൗഹൃദമായി മുന്നോട്ട് നടന്നു പോകട്ടെ. എല്ലാം നല്ലതിനായിരിക്കും. കുട്ടികളെ ഈ റിസൾട്ടൊന്നും ഒട്ടും നെഗറ്റീവായി ബാധിക്കില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ്.